ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്ന് അടുപ്പും കരിയും പുകയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. ഇന്ന് കത്താണ് എൻ്റെ കഞ്ഞിക്കലം. അപ്പോൾ ഗൈസ്, ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അച്ചയ്ക്ക് പണിക്ക് പോകേണ്ട ദിവസങ്ങളിൽ എൻ്റെ അമ്മ സാധാരണ എന്തൊക്കെയായിരുന്നു ചെയ്യുന്നതെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവങ്ങൾ ഇന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ അമ്മ ഇവിടെ ഇല്ല, അപ്പോൾ ഈ ഒരു പരിപാടീസൊക്കെ നമ്മൾ തന്നെ ആക്കണമല്ലോ. കാരണം വെളുപ്പിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ കാര്യം മാത്രം എനിക്ക് ശ്രദ്ധിച്ചാൽ മതി. ഫ്രീ ബേഡായിട്ട് ഇങ്ങനെ കിടന്നു ഉണ്ടു ഉറങ്ങിയൊക്കെ ഇരിക്കുക. അപ്പോൾ രാവിലെ അച്ചയ്ക്ക് പൊതി കൊണ്ടുകൊണ്ടുകൊണ്ട് നമുക്കിവിടെ എല്ലാം തന്നെ രാവിലെ ആവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു നാക്കി തന്നെ ആക്കാൻ വേണ്ടി ഞാൻ 4:30 കുത്തിപ്പിടിച്ച് എണീറ്റു അലാറമൊക്കെ വെച്ച്. അപ്പം മുന്നിൽ തുടങ്ങിയ പണിയാണ്. സത്യം പറഞ്ഞാൽ ഇരുട്ടായതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് അയ്യോ പൊത്തമായിരുന്നു. എനിവേയ്സ് അങ്ങനെ ജോലീസൊക്കെ കഴിഞ്ഞു. കഞ്ഞിയും കൂട്ടാനും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ. അപ്പം പോസ്റ്റി മാറിയത് നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ മിൽമേ പോയി കഴിച്ചു. അപ്പോൾ വണ്ടി ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ മിൽമേ പോയി നല്ല അടിപൊളി പാലൊക്കെ മേടിച്ചുകൊണ്ട് നല്ല കൊഴുപ്പോടുകൂടി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. ചില അങ്ങനെയല്ല കേട്ടോ കൊടുക്കുന്നത്, വെള്ളമൊക്കെ വെച്ച് നീട്ടിയാണ് കൊടുക്കുന്നത്. നമുക്കറിയാമല്ലോ അത്രയും കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് കഫക്കേട് വരും. പിന്നെ എന്നും അല്ല, ഒന്നരയൊക്കെ വിട്ട് ഞാൻ പോയി മേടിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇഡലി സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി. പിന്നെ നമ്മൾ ഈ കവർ പാലും മേടിക്കുമ്പോൾ അതിനകത്തൊന്നും ഇല്ലെന്നൊക്കെ അറിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു അത് കൊടുക്കാനായിട്ട്. എന്തായാലും നമുക്ക് കിട്ടുന്നല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞിപ്പാറിൻ്റെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറുക്ക് ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു, കാരണം ഇന്ന് ഇഡലി ഉള്ളതുകൊണ്ട് അവർക്ക് ഇഡലി ഇഷ്ടമാണ്. അപ്പോൾ അവിടെ കിടന്ന് കാറി പോകുന്ന അടുപ്പ് ഞാൻ വന്ന് എളിയും എടുത്തുകൊണ്ട് വന്നു. അവൾക്ക് വലിയ ഇഷ്ടമാണ് അടുപ്പത്ത് മൂട്ടി വന്നിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇഡലിയും കടിച്ച് പറിച്ച് ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുള്ളി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടില്ല അവൾ തുപ്പിക്കളയും. കാരണം ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച മാവായിരുന്നു കേട്ടോ. ചില നേരത്ത് നമുക്ക് ഇഷ്ടമല്ല, ചിലപ്പോൾ പുളിപ്പായിരിക്കും, ചിലപ്പോൾ പുളി ഒട്ടും ഉണ്ടാവില്ല. എന്തായാലും കുഴപ്പമില്ല, എടുത്ത് വെച്ച് വിഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് രാവിലെ അവളുമായിട്ടുള്ള കോപ്രായം കാണിക്കലാണ് കേട്ടോ. ആ ടൈമിൽ ചങ്കുട്ടി ഉണരാത്തത് കൊണ്ട് പിന്നെ അവളുമായിട്ട് തന്നെ അങ്ങ് നടക്കാം. പിന്നെ ചങ്കരൻ ഇവിടെ മൂടി പച്ച് കിടപ്പുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് അച്ഛൻ വന്നതുകൊണ്ട് എന്തിനാണെന്ന് അറിയില്ല ജനലൊക്കെ തുറന്നിട്ടുണ്ട്. കൊള്ള മഞ്ഞും കൂടെ കയറ്റാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി ഗൈസ്. മഞ്ഞും വെയിലും എന്തൊരു വൃത്തിയുടെ കാലാവസ്ഥയിൽ സത്യം പറഞ്ഞാൽ രസമുണ്ട്. എന്നാലും അസുഖങ്ങൾ പെട്ടെന്ന് വരുന്നൊരു കാലാവസ്ഥയാണ്. എനിക്കെന്തൊരു വെറുപ്പ് പോലെ. പിന്നെ ഗൈസ് കുഞ്ഞിപ്പാറ ഇവിടെ വലിയങ്ങാട്ടം വടി, അവളെക്കാട്ട് 2 ഇഞ്ചും കൂടെ കൂടുതലുള്ളൊരു വടി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ ഗൈസ്, എൻ്റെ അച്ഛത്തല്ലേ. അപ്പോൾ അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു, അവളെ എണീറ്റപ്പോൾ കണ്ടില്ല. അപ്പോൾ അവളെക്കാട്ടി വലിയ വടിയായിട്ട് പൊന്തി നിൽക്കുമ്പോഴും അവളെ മൈൻഡ് ചെയ്യാഞ്ഞിട്ട് അവളിതേ ഒളിഞ്ഞു നോക്കിയിട്ടൊക്കെ ദേ ഇത് കണ്ടോടെ നിന്നെത്തെല്ലാം നിൽക്കുവാന്നുള്ള മട്ടിൽ. അപ്പം ദേ പടുക്കുമെന്ന് പറഞ്ഞ് താഴോട്ടും വീണ്. എന്തോ ചെയ്യാനാണ് ഗൈസ്. ഇപ്പോൾ ആണ്ടേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നടന്ന് വരുന്നതെങ്കിലും നിങ്ങളത് വിചാരിക്കേണ്ടത് ഇത് കുറേ ദിവസം മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇപ്പോഴാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഓടും ഗൈസ്, വെച്ച് വീടുവാണ്. എന്നാത്തിനാന്ന് അറിഞ്ഞില്ല. പിന്നെ തീരെ അവളെ കൊണ്ട് ഒക്കുക, അല്ലെങ്കിൽ മാത്രം അവൾ മുട്ട കുതിച്ചെറന്ന് പുറം. അതിന് നല്ല ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ട് ഇറങ്ങിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന പോലെയാണ്. പെട്ടെന്ന് പുള്ളിക്കാരൻ നിൽക്കുന്ന നിപ്പിൽ അങ്ങേക്കുറ്റിയിലെത്തുന്നത് നമ്മൾ അറിയില്ല. അതുപോലെ സ്പീഡാണ്. അവൾക്ക് എന്നാന്ന് എനിക്കറിയില്ല. ഇനി ടൈലും മാർബിളും തമ്മിലുള്ള വ്യത്യാസമാണോന്നും അറിയില്ല. എന്തായാലും അവിടെ നിന്ന് ചായ കുടിച്ച് വന്നപ്പോൾ പിന്നെ അമ്മ എന്നെ വിളിച്ചു കേട്ടോ. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ കാണണമല്ലോ, എപ്പോഴും ഞാൻ വിളിക്കും ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പിന്നെ നമ്മൾ ഫുൾ ടൈം വിളി തന്നെയാണ്, അതുകൊണ്ട് പിന്നെ വലിയ വിഷയമൊന്നുമില്ല. അപ്പോൾ ഏട്ടനും അങ്ങനെ കണ്ടു, അവൾ നടക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരെയും കഴിപ്പിച്ച് കുളിപ്പിച്ച് ഒക്കെ ഉറക്കിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭക്ഷണം കഴിക്കലായി ഗൈസ്. അങ്ങനെ ഞാൻ ചായയും ഇഡലി സാമ്പാറും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ. സത്യം അമ്മമാരെ സമ്മതിക്കണം ഗൈസ്, അവർക്കൊരു ചക്കര ഉമ്മയും കൊടുക്കും. അപ്പോൾ ഞാൻ അടുക്കള കയറുന്ന വീഡിയോ എല്ലാവരും കണ്ടല്ലോ. ഇനി ഞാൻ അടുക്കള കയറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചടഞ്ഞ ചോദ്യങ്ങളുമായിട്ട് ആരും വന്നേക്കരുത്. പ്രത്യേകിച്ച് തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള കുറേ ഊളകൾ പറയാതിരിക്കാൻ വയ്യ ഗൈസ്, ഭയങ്കര ശല്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുടെ വീഡിയോ കാണാൻ മതി. ബൈ ഉമ്മ.